കുട്ടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം. ലോക ചരിത്രത്തിൽ 20,000 മഹാന്മാരെ എടുത്ത് പഠിച്ചു മക്ഗ്രോ-ഹിൽ കമ്പനി. അവർ പഠിച്ചിട്ട് അവരവരുടെ ബയോഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് സ്ക്രീനിലിട്ടു, പഠിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ലോക ചരിത്രത്തിലെ മഹാന്മാരിൽ ഭൂരിപക്ഷവും 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തശ്ശിയും മുത്തശ്ശനും വളർത്തിയ കുട്ടികളാണ്, അല്ലാതെ അപ്പനും അമ്മയും വളർത്തിയ കുട്ടികളല്ല. ബുദ്ധഭഗവാൻ ജനിച്ച 5-ാം ദിവസം അമ്മ മായാദേവി മരിച്ചുപോയി. ബുദ്ധഭഗവാനെ വല്യമ്മ കൊണ്ട് വളർത്തി, അമ്മയുടെ അമ്മ കൊണ്ട് വളർത്തി. പ്രവാചകനായ മുഹമ്മദ് നബി ഗർഭത്തിൽ നിന്നപ്പോഴേ അപ്പൻ ചത്തുപോയി. 6 വയസ്സായപ്പോൾ അമ്മയും മരിച്ചുപോയി. മുത്തശ്ശൻ മുത്തലിബും ഭാര്യയും കൂടെ കൊണ്ടുപോയി പ്രവാചകനായ മുഹമ്മദ് നബിയെ വളർത്തി. ഐസക് ന്യൂട്ടൻ ഗർഭത്തിൽ നിന്നപ്പോഴേ അപ്പൻ ചത്തുപോയി. അമ്മ ഓരോരുത്തരെ കല്യാണം കഴിച്ചു. അവസാനം ഐസക് ന്യൂട്ടനെ മുത്തശ്ശി കൊണ്ടുപോയി വളർത്തി. സോക്രട്ടീസിന് 3 വയസ്സായപ്പോൾ അപ്പൻ ചത്തുപോയി. സോക്രട്ടീസിനെ മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. പ്ലേറ്റോയ്ക്ക് 4 വയസ്സായപ്പോൾ അപ്പൻ ചത്തുപോയി. മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. അരിസ്റ്റോട്ടലിന് 6 വയസ്സായപ്പോൾ അപ്പനും അമ്മയും ചത്തുപോയി. മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. ഇമ്മാനുവൽ കാന്റിന് 1 വയസ്സായപ്പോൾ അപ്പനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. ഞാൻ ഏതാണ്ട് ഉദാഹരണം പറയുന്നതാണ്. 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തുന്ന കുട്ടികളാണ് ലോകത്തിലെ മഹാന്മാരായതിൽ ഭൂരിപക്ഷം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ശാസ്ത്രം ഇന്ന് അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുകയാണ്. കൊച്ചുകുട്ടികൾ മുത്തശ്ശിനടുത്തിയല്ല, മുത്തശ്ശി എടുത്ത് മടി വെക്കും, അല്ലെ കുഞ്ഞഴിഞ്ഞ് മടി കയറും. അപ്പോൾ മുത്തശ്ശി കുഞ്ഞിനോട് കഥ പറഞ്ഞു തുടങ്ങാൻ തുടങ്ങും. പണ്ടടുത്തൊരു രാജാവുണ്ടായിരുന്ന മോനെ, ലോങ് ഇയേഴ്സ് അഗോ there was a king, once upon a story time എന്ന് കഥ പറയും. അപ്പോൾ മഹാന്മാരുടെ ഏറ്റവും വലിയൊരു കഴിവാണ് സെൻസ് ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തെ 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് ഇങ്ങനെ അപഗ്രഥിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. ഒരു കസേരയിൽ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മുമ്പുള്ള കളക്ടർ ഇവിടെ എന്തെല്ലാം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കാത്തൊരു കളക്ടർക്ക് അതിൽ അപ്പുറത്തോട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്ന കഥ, അതിനകത്ത് ആദ്യം ഈ പണ്ടെന്നൊക്കെ കഥ പറയും. പിന്നെ ആ കുട്ടിയുടെ കറക്റ്റ് ഹിസ്റ്ററിയാണ്. 500 വർഷം മുമ്പ് അക്ബർ ചക്രവർത്തി ഭരിച്ചിരുന്ന മോനെ, ഇന്ത്യയിൽ 250 കൊല്ലത്തിന് മുമ്പ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മോനെ എന്നിട്ട് പറയും. കുട്ടിയുടെ തലച്ചോറിൽ ഈ കറക്റ്റ് നൂറ്റാണ്ടുകൾ സെറ്റ് ചെയ്യും. അതാണ് കടമ്മോട് രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കുറത്തി എന്ന കവിതയിൽ നമ്മളോട് പറഞ്ഞത്. മധ്യഭാഗത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങളറിയില്ല നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന്. കവിത അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ അറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന്. ആ സെൻസ് ഓഫ് ഹിസ്റ്ററി അത് മുത്തശ്ശിയാണ് കുട്ടിയുടെ തലച്ചോറ് കുത്തിവെക്കുന്നത്. രണ്ടാമതായി മുത്തശ്ശി പറയുന്ന കഥകളിലൊക്കെ ഹീറോസ് ഉണ്ട്. ഖലീഫ ഉമർ, അർജുനൻ, ഭീമൻ, സിൻബാദ്, ഹെർക്കുലീസ്. കുട്ടി കഥയെല്ലാം കേൾക്കും. ഓ, യുവന്മാർ ഇങ്ങനെ വലിയവരായത് അവൻ ഇന്ന കഴിവുകളുണ്ടാണ്, എനിക്ക് യുവന്മാരെ പോലെ ആവണം. കുട്ടി ആ മുത്തശ്ശി പറയുന്ന കഥകളിലെ ഹീറോസിനെ വർഷിപ്പ് ചെയ്യും. ആ ഹീറോ വർഷിപ്പിലൂടെ അവൻ്റെ കഴിവ് സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുന്നു. ആ കുട്ടി മുത്തശ്ശി ഏത് മഹാന്റെ കഥയാണോ പറയുന്നത്, ആ മഹാനെ പോലെ കുട്ടിയായിത്തീരും കുറച്ച് കഴിയും. മൂന്നാമതായി മുത്തശ്ശി പറയുന്ന കഥകളിലൊക്കെ തന്നെ പ്രോബ്ലം സോൾവിംഗ് ആണ്. ഭീമസേനൻ സെമന്തക പുഷ്പം പറിക്കാൻ പോയി. 1ാമത്തെ പ്രശ്നം, 2ാമത്തെ പ്രശ്നം, 3ാമത്തെ പ്രശ്നം, ഹനുമാൻ കയറി വാലും കൊണ്ട് കൂടെ കിടക്കുന്ന ഭയങ്കര പ്രശ്നം. സിൻബാദ് കപ്പൽ യാത്രയ്ക്ക് പോയി. 1ാം ദ്വീപിൽ പ്രശ്നം, 2ാം ദ്വീപിൽ പ്രശ്നം, 3ാം ദ്വീപിൽ പ്രശ്നം. ഈ പ്രശ്നമൊക്കെ പരിഹരിച്ച സിൻബാദ് തിരികെ വന്നു. കുട്ടി ആ കഥകളിൽ നിന്ന് പഠിക്കുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. ആ കുട്ടി മാനേജ്മെന്റ് സയൻസിൽ മിടുക്കനായിരിക്കും. അവൻ MBA ഒക്കെ പാസ്സായി വലിയ കമ്പനിയോടൊരു മാനേജിംഗ് ഡയറക്ടറായി മടങ്ങി വരും കുറേ വർഷം കഴിയുമ്പോൾ. മുത്തശ്ശിയുടെ ഈ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കഥ. കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശിക്ക് ബാത്റൂമിൽ പോകണം. മുത്തശ്ശി കൊച്ചിനെ എടുത്ത് വല്യപ്പനെ പണി കൊടുക്കും. ഒന്ന് നോക്കാം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും. ഈ വല്യപ്പൻ്റെ കയ്യിൽ കുഞ്ഞിനെ കിട്ടിയ പുതിയ താങ്കളൊരു കുഞ്ഞാണ്. എന്ത് ചെയ്യും? കുഞ്ഞിനെ ഒന്ന് ആകർഷിക്കണ്ടേ? മുത്തപ്പ കഥ പറയും. എൻ്റെ മോനെ, ഞാനൊരു 12 വയസ്സുള്ളപ്പോൾ എൻ്റെ മുത്തപ്പനോടെ കല്ലടയായിട്ട് ഇറങ്ങടാ മോനെ, ഒരു മുതല വന്നടാ, മുതലെ ഞാൻ വല്യപ്പനെ പിടിച്ച് കെട്ടിയടാ എന്നൊക്കെ പറയും. ശുദ്ധ കള്ളക്കഥയാണ്. മുതലേ പോയിട്ട് ആമയെ പോലും വല്യപ്പൻ പിടിച്ചിട്ടില്ല. പക്ഷെ കുട്ടി കഥ കേൾക്കുമ്പോൾ, ഓ, എൻ്റെ വല്യപ്പൻ മുതലേ പിടിച്ച മുത്തപ്പനോ, ഭയങ്കര മുത്തപ്പനാണല്ലോ. പിന്നെ ഈ മുത്തച്ഛനെതിരെ അയാളുടെ കുടുംബ ചരിത്രം പറയും. എല്ലാ കുടുംബങ്ങളിലും 90% പച്ച കള്ളങ്ങളാണ്. പക്ഷേ ഈ കള്ളമെല്ലാം കേൾക്കുന്ന കുഞ്ഞിന് മനസ്സിലാവും, ഓ, എൻ്റെ കുടുംബം വലിയൊരു കുടുംബമാണ്. കുട്ടിക്കൊരു സ്വത്വ ബോധം ഉണ്ടാവും. അത് ആ കുട്ടിയെ വലിയ നിലകളിൽ എത്തിക്കാം. 4ാമതായി മുത്തശ്ശി സാരോപദേശ കഥകൾ പറയും. കുഞ്ഞെ,
അമ്മയാണ് കുഞ്ഞാടിനോട് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നു. കുഞ്ഞാട് കേട്ടില്ല. ആടൊക്കെ ഇറങ്ങിപ്പോയി ചെന്നാ പിടിച്ചങ്ങ് തിന്നു മോനെ എന്ന് പറഞ്ഞിട്ട് കരച്ചിലും പാസ്സാവും. അതുകൂടെ കുഞ്ഞിന് മനസ്സിലാവും. അപ്പനും അമ്മയും പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ചെന്നാ പിടിക്കാം. ഓ ശരി, അപ്പനും അമ്മ അനുസരിച്ചേക്കാം. പിന്നെ ആ കുട്ടി ഒരിക്കലും അപ്പനെ അമ്മ അനുസരിക്കാതിരിക്കില്ല. അഞ്ചാമതായി മുത്തശ്ശി പഞ്ചതന്ത്ര കഥ പറയും. കാട്ടിലൊരു സിംഹം ഉണ്ടാകും. നമ്മുടെ കാടിൻ്റെ രാജാവാണ്. കാട്ടിലെ വലിയൊരു മൃഗം ഉണ്ടായിരുന്നു, ആന. പിന്നെ കൊച്ചു മൃഗങ്ങളൊക്കെ കടിക്കുകയും തോണ്ട് ചെയ്തൊരു പുലി ഉണ്ടായിരുന്നടാ. അതിനിടയ്ക്ക് ഒരു കുറുക്കനുണ്ടായിരുന്നടാ എന്ന് പറയും. കുട്ടി എന്തെന്നറിയാമോ? ഈ കാട് കുട്ടി കണ്ടിട്ടില്ല. കുട്ടിയെ കാട് വീട്ടിലോട്ട് മാറ്റും. വീട് ഭരിക്കുന്ന അച്ഛനാണ് കാട് ഭരിക്കുന്ന സിംഹം. ചില വീട്ടിൽ അമ്മയും ഭരിക്കും, ഭൂരിപക്ഷം വീട്ടിൽ അപ്പനാണ് ഭരിക്കുന്നത്. അപ്പനാണ് ഈ സിംഹം. പിന്നെ വീടിനെ തൻ്റെ സൈസ് കൊണ്ട് വരക്കുന്ന ഒരാളാണ്. അടുക്കളയിൽ ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും 25% അടിച്ച് കയറ്റി വട്ടക്കുറ്റിരിക്കുന്ന അമ്മയാണ് ഈ ആന. പിന്നെ ഇളയ കുട്ടിയുടെയൊക്കെ തലക്ക് ഞാൻ ചേട്ടനുണ്ട്. ചേട്ടനാണ് ഈ പോയി. കുട്ടി പറയും ഞാനാണ് കുറുക്കൻ, എനിക്കാണ് സൈസ് ഏറ്റവും കുറവ്. പക്ഷെ എന്താണ് ഈ പഞ്ചതന്ത്ര കഥ? ഈ കുറുക്കനാക്കുന്ന കൗശലത്തിൽ സിംഹത്തെ കൊണ്ടുവന്ന് കിണറ്റിലിറക്കി, ആനയെ കൊണ്ടുവന്ന് കുളത്തിലിറക്കി, പുലിയുടെ വാല മുറിച്ച് വിട്ടു. കുട്ടിക്ക് മനസ്സിലാവും സുഖോ ഗുസ്തിക്കാനായിട്ട് കാര്യമൊന്നുമില്ല. കുറുക്കനെ പോലെ തലയും ബുദ്ധിയുള്ളവർ മാത്രമേ ലോകം ഭരിക്കൂ. ആ കുട്ടി പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ വളരെ മിടുക്കനായ ഒരു കുട്ടിയായി മാറും. ഏഴാമതായി കുട്ടി ഇങ്ങനെ പകൽ മുഴുവൻ ഓടി കിടക്കും. മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ ഓടും. ഈ ദേവേന്ദ്രൻ്റെ ഒരു കളിയാണ്. 55 വയസ്സ് കഴിയുമ്പോൾ കാലിൻ്റെ മസിലിനും ഹിപ്പ് മസിലിനും മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും. അവസാനം ഒരു 65 വയസ്സാകുമ്പോൾ വല്യപ്പനും ബെഡ് ഇടനാവും. ആദ്യം എഴുന്നേക്കാൻ വയ്യാതാവും, പിന്നെ കട്ട കിടപ്പ് മാത്രമാവും. ഇത് മാറാൻ വേണ്ടി ഈശ്വരൻ കൊടുത്ത പരിപാടിയാണ് ഈ കുഞ്ഞിൻ്റെ പുറകെ ഇങ്ങനെ ഓടുക. കൊച്ചുമോൻ്റെയും കൊച്ചുമോടെയും കൂടെ ആ ഓടുമ്പം വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കാലിൻ്റെ മസിലിനും ഹിപ്പ് മസിലിനും എക്സസൈസ് കിട്ടും, മസിൽ വേസ്റ്റിംഗ് കുറയും. കുട്ടി ഓടി വന്നിട്ട് ജനലിൽ കൂടെ വലിഞ്ഞ് മേപ്പോട്ട് കയറും. വല്യപ്പന് വല്യപ്പൻ താഴെ പോയി പിടിക്കും കുഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി. ഈ കാലിലെ ഹിപ്പ് മസിൽ കഴിഞ്ഞാൽ പിന്നെ മസിൽ വേസ്റ്റിംഗ് ഏറ്റവും വരുന്നത് നമ്മുടെ കൈയുടെ മസിലിനും കഴുത്തിലെ മസിലിനുമാണ്. ഈ കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കുന്ന പ്രോസസ്സിലാണ് ഈ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൈയുടെ മസിലിനും കഴുത്തിൻ്റെ മസിലിനും ആരോഗ്യം തിരിച്ചു കിട്ടും. അങ്ങനെ വല്യപ്പൻ വല്യമ്മയും ഓടി നല്ല ആയുസോടുകൂടി ഇരിക്കും. പകൽ മുഴുവൻ കളിക്കുന്ന കുട്ടി ഒരു 6 മണിയാകുമ്പോൾ ഉറങ്ങിപ്പോയി. കുഞ്ഞിൻ്റെ അമ്മ ഓഫീസിൽ നിന്ന് വന്നു. കുഞ്ഞ് ഉണരാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഒരു 8 മണി കഴിയുമ്പം വരുമ്പോൾ അമ്മായിമ്മ അടുത്ത് വരും. അമ്മച്ചി, എനിക്ക് നാളെ രാവിലെ 7:30 ഓഫീസിൽ പോകണം. കുഞ്ഞ് ഉണരുമ്പോൾ കുഞ്ഞിന് ചോറ് വാരി കൊടുക്കാം അമ്മച്ചി. മുത്തശ്ശിക്ക് ഇതിൽ പറഞ്ഞ സന്തോഷമുണ്ടോ? കൊച്ചുമക്കൾക്ക് ചോറ് വാരി കൊടുക്കുന്നതിനേക്കാൾ സന്തോഷം ഏത് മുത്തശ്ശിക്ക് വേറെ എന്തിനാ ഉള്ളത്? നീ ഉറങ്ങിക്കാൻ പോളെ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. കുഞ്ഞ് ഉണരാൻ വേണ്ടി ഈ മുത്തച്ഛനെന്ന് വർത്താനം പറയും. കുഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉണരും. മുത്തപ്പനും വലിയ മുത്തശ്ശി എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തോന്ന് അറിയണമല്ലോ. കുഞ്ഞിങ്ങനെ കേട്ടോണ്ട് കിടക്കും. അപ്പം മുത്തച്ഛൻ പറയും, നമ്മുടെ ആ മൂത്ത മോൻ പോയി കരുനാഗപ്പള്ളിയിൽ വസ്തു വാങ്ങിച്ചു. 5 കൊല്ലം കഴിയുമ്പോൾ വസ്തുവിന് വില ഇരട്ടിക്കണ്ടേ, മണ്ട ശിരോമണി. ആ സ്ഥലത്തിന് ഇപ്പോൾ അതേ വിലയെ കിട്ടുള്ളൂ എന്ന് പറയും. മുത്തശ്ശി പറയും, നമ്മുടെ ആ 2ാമത്തെ മോള് കായംകുളത്ത് പഠിക്കാൻ പോയി. ഒരു അലവലാതിയെ പ്രേമിച്ച് കല്യാണം കഴിച്ച് അവിടെ കഷ്ടകാലമായിപ്പോയി എന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കണം. അപ്പോൾ വല്യപ്പച്ച് ഓടിപ്പോയി, മോനുണർന്ന മോനെ, കൊണ്ടുവന്ന് ചോറൊക്കെ വാരി ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞിനെ സന്തോഷമായിട്ട് കൂടെ കിടത്തി ഉറക്കണം. കുഞ്ഞ് അവസാനം വളർന്ന് കുറച്ച് കഴിയുമ്പോൾ അവനൊരു വസ്തു വാങ്ങിക്കാൻ പോവാണ്. പണ്ട് വല്യപ്പൻ പറഞ്ഞ കുഞ്ഞ് ഓർക്കും, വസ്തു വാങ്ങിച്ചാൽ 5 കൊല്ലം കൊണ്ട് വില ഇരട്ടിക്കുന്ന വസ്തു വാങ്ങിക്കാം, അല്ലാത്ത വസ്തു ഒന്നും വാങ്ങിച്ചേക്കാം. അവൻ പോയി ഒരു വസ്തു വാങ്ങിക്കും, 5 കൊല്ലം കൊണ്ട് വില ഇരട്ടിക്കും. ആ മോള് കോളേജ് പഠിക്കാൻ പോകും. ഒരുത്തനൊരു പ്രേമലേഖനം കൊണ്ടുതരും. പ്രേമലേഖനം കിട്ടിയ ഉടനെ അവൾ ആലോചിക്കും, നല്ലവരാദ്യം പ്രേമിക്കാൻ പാടില്ല. അപ്പോൾ അവള് 3-4 പേരുടെ ഇത് പ്രേമലേഖനം വായിക്കും. എന്നിട്ട് പ്രേമലേഖനം തന്ന എല്ലാത്തിൻ്റെ അപ്പനാരാണ്, അമ്മയാരുടെ, സ്വത്ത് എത്രയാണ്, പഠിക്കാൻ എടുക്കാനാണോ എല്ലാം നോക്കി അവളൊരു ഉഗ്രൻ പുളിക്കമ്മനെ പിടിക്കുള്ളൂ. അല്ല ഒരല്ലാതെ അവൾ പിടിക്കുകയില്ല. ഇതൊക്കെ ഈ മുത്തശ്ശൻ്റെ കഥ കേട്ടിട്ട് കിട്ടിയ പരിപാടികളാണ്. അങ്ങനെ 3 വയസ്സ് ഒരു 8 വയസ്സ് വരെ മുത്തശ്ശിയും മുത്തശ്ശനും വളർത്തുന്ന കുട്ടികളാണ് ലോകചരിത്രത്തിൽ വലിയവരായിട്ടുള്ളത്. അതുകൊണ്ട് വീടിൻ്റെ മെഡിക്കൽ ബില്ല് കുറയും. കുഞ്ഞിൻ്റെ ശരീരത്തിൽ എപ്പോഴും ഈ പ്രോട്ടോപ്ലാസം നിറഞ്ഞിരിക്കുകയാണ്. ഹോർമോൺസ് എൻസൈമിന് എക്സസ് ആവും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഈശ്വരൻ ആ കുട്ടിക്ക് പനി വരുത്തും. പനി വന്ന് വേർപ്പിലൂടെയും മൂക്കളയിലൂടെയും കഫത്തിലൂടെയൊക്കെയാണ് ഈ എക്സസ് ഹോർമോൺ എൻസൈം പുറത്തു വന്നത്. എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും പ്രോട്ടോപ്ലാസം കുറവാണ്. അപ്പോൾ ഈ എൻസൈം ഹോർമോണും കുറയും. അപ്പോൾ അവർക്ക് വാർദ്ധക്യ സഹിത രോഗം ഉണ്ടാവും. അവരെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകണം. എന്നാൽ ഈ കൊച്ചുമക്കൾ രാത്രിയിലെ മുത്തശ്ശനെയും മുത്തശ്ശിയും കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ
ഈ കുഞ്ഞിൻ്റെ എക്സസ് ചൂടും ഹോർമോണും എൻസൈമും മുത്തശ്ശൻ്റെ ശരീരത്തിലോട്ട് കയറും. അപ്പോൾ തണുത്തു തുടങ്ങിയ മുത്തശ്ശൻ്റെ ശരീരത്തിൽ നല്ല ചൂട് കിട്ടും. ശരീരം ചൂടായി നിൽക്കുന്ന ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലോട്ട് ഈ മുത്തച്ഛനെ തണുപ്പ് കയറി രണ്ടും അങ്ങ് ലെവലാവും. മുത്തച്ഛനെ വാർദ്ധക്യസഹായ ആശുപത്രി കൊണ്ടുപോകേണ്ട, കുഞ്ഞിനെ ഈ ചെറുപ്പത്തിലെ ചൂട് പരിഹരിക്കാൻ വേണ്ടി ആശുപത്രി കൊണ്ടുവന്ന പ്രശ്നമില്ല. പിന്നെ കൊച്ചുകുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തിയില്ല. ഇടയ്ക്കിടെ കുഞ്ഞിന് പനി വരണം, എങ്കിലേ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുള്ളൂ. പക്ഷേ മുത്തശ്ശിക്കും ജീവിതത്തിൽ പലതവണ പനി വന്ന് പലതവണ രോഗങ്ങൾ വന്ന് രോഗപ്രതിരോധ ശക്തി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചുമക്കൾ മുത്തശ്ശിയും കെട്ടിപ്പിടിച്ചെടുത്ത് ഉറങ്ങുമ്പോൾ ഈ മുത്തച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് രോഗപ്രതിരോധ ശക്തി എന്ന ഓട്ടോ ഇമ്മ്യൂൺ പവർ കുഞ്ഞിന് ശരീരത്തിലൂടെ കയറും. കുഞ്ഞിന് നല്ല രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും മുത്തശ്ശിയും കെട്ടിപ്പിടിച്ചെടുത്ത് ഉറങ്ങിയാണ്. അതുകൊണ്ട് 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തശ്ശിയുടെ കൂടെ കുഞ്ഞുങ്ങൾ കളിച്ചും വളർന്ന് അവരുടെ പുറകെ ഓടി സന്തോഷമായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ ഒരു 65 വയസ്സിൽ ചാവേണ്ട മുത്തശ്ശി ഒരു 85 വയസ്സിൽ ജീവിച്ചിരിക്കും. കൊച്ചുമക്കളുടെ കൂടെ ഓടുകയും കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ച് ഓർക്കുകയൊക്കെ ചെയ്താൽ മുത്തശ്ശിക്ക് ഒരു 15-20 വയസ്സ് ആയുസ് കൂടുമെന്ന് ശാസ്ത്രത്തിൽ നിന്നാണ്. വീട്ടിലെ മെഡിക്കൽ ബില്ലും കുറയും. അതുപോലെ മറ്റൊരു സംഭവമാണ്, ഒരു കുട്ടി ജനിക്കുമ്പം സെർബെല്ലം 100 ഗ്രാമേ ഉള്ളൂ. തലച്ചോറ് 3 ഭാഗമാണ്, സെർബെല്ലം മെഡുല്ല ഒബ്ലോങ്കേറ്റ. അതിന് 100 ഗ്രാമേ ഉള്ളൂ. കുട്ടിക്ക് ഒരു 3 വയസ്സ് 8 വയസ്സ് വരെയാണ് ഈ സെർബെല്ലത്തിന് രണ്ടാം 100 ഗ്രാം വരുന്നത്. 100 ഗ്രാമുള്ള സെർബെല്ലം 200 ഗ്രാമായി മാറുന്നത്. ഇതിനാണ് പാരാ സെർബെല്ലം എന്ന് പറയുന്നത്. ഈ പാരാ സെർബെല്ലത്തിലാണ് ഈശ്വര വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയും ഇരിക്കുന്നത്, സെർബെല്ലത്തിലല്ല. ബുദ്ധിശക്തി കൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ പറ്റിയല്ല. അപ്പോൾ മുത്തശ്ശനും കൂടെ ഇറങ്ങുന്ന കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനെ റെഡിയാക്കിയിട്ട് മോനെ നമുക്ക് നിസ്കരിക്കാവിടാ. മുത്തശ്ശി അങ്ങോട്ട് പാടാൻ തന്നെ എല്ലാ ഹോപ്പറെ കൊണ്ട് പാടി നമുക്ക് നിസ്കരിക്കാം. ഹിന്ദു കുട്ടികളുമായിട്ട് 6 മണിയാകുമ്പോൾ മുത്തശ്ശി പറയും മോനെ നമുക്ക് വിളക്കത്തിക്കാടാ. വിളക്കത്തിച്ച് രാമ 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 പാഹിമാനം കൊണ്ട് ചെല്ലും. ക്രിസ്ത്യാനികൾ പ്രഭാത നമസ്കാരം, സന്ധ്യാ നമസ്കാരം ചെയ്യും. അങ്ങനെ മുത്തശ്ശനെയും കൂടെ ജീവിക്കുന്ന കുട്ടികൾ പ്രാർത്ഥനയിൽ നിന്ന് പഠിക്കും, ഈശ്വര വിശ്വാസം പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ മരണം വരെ അവർ ദൈവത്തെ വിട്ടുവന്ന് പ്രശ്നമില്ല. ആ കുട്ടി ഒരു നിരീശ്വര പ്രസാദത്തിലും ചേരില്ല, ഒരു യുക്തിവാദത്തിലും ആ കുട്ടി പോവില്ല. വിശ്വാസം ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് 3 വയസ്സ് 8 വയസ്സ് വരെ മുത്തശ്ശിയും വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കൂടെ കുട്ടികളെ കളിക്കാൻ വിടണം. വേദോത്സവത്തിൽ പറയും കൊച്ചുമക്കൾ കിരീടമാണെന്നത്, തലവെക്കേണ്ട സാധനമാണ്. വേദോത്സവത്തിൽ പറഞ്ഞിട്ടുണ്ട് നീതിമാനെ ഞാൻ മക്കളെ കാണിക്കും. മക്കളെ കണ്ടാൽ നീതിമാനാണെന്ന് വേദോത്സവം സത്യം ചെയ്യുകയാണ്. ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ വേദോത്സവം സത്യം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാലം കൊച്ചുമക്കളുടെ കൂടെ കളിച്ച് കഥയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചോറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ജീവിച്ചാൽ നിങ്ങൾ ജീവനോട് ആ കുട്ടി ലോകപ്രസനാവുന്നത് കാണാൻ ചിലപ്പോൾ പറ്റില്ല. എന്നാലും നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ സ്വർഗത്തിൽ ഇരുന്ന് കാണും. നമ്മുടെ വളർത്തുന്ന കൊച്ചുമക്കൾ ഭൂമിയിൽ ലോകം അറിയുന്നവരായി മാറുന്നത് കാണും. അതുകൊണ്ട് ഈ കുട്ടികളെ വളർത്തുന്നതിനെ പറ്റി ഇന്ന് വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കയിലെ പ്രസിദ്ധയായ ശാസ്ത്രജ്ഞ എലിസബത്ത് ഹർലോക്ക് HURLOC എഴുതിയ പുസ്തകമാണ്. 1000 കുട്ടികളെ വളർത്തുന്നതിനെ പറ്റി ലോകത്തിലെ പല രാജ്യങ്ങളിൽ പബ്ലിഷ് ചെയ്ത 1000ഓളം PhD തീസിസുകൾ സമാഹരിച്ച ശേഷം എലിസബത്ത് ഹർലോക്ക് എഴുതിയ പുസ്തകമാണ് ചൈൽഡ് ഡെവലപ്മെന്റ്. കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെ. 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആമസോണിൽ അയച്ചാൽ അവർ പുസ്തകം വരുത്തി വീട്ടിൽ തരും. അതിനേക്കാൾ ബെസ്റ്റ് വേറൊരു പുസ്തകമുണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ്. പാപ്പാലി എഴുതിയ മനുഷ്യനെ എങ്ങനെ വളർത്തണമെന്നുള്ള വലിയ പുസ്തകം. അത് പക്ഷേ ഇച്ചിരി 10,000 രൂപ വിലയാണ്. ഞാനിതൊക്കെ അമേരിക്കയിൽ നിന്ന് വരുത്തി എൻ്റെ ഷെൽഫിൽ വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് വളരെ ശാസ്ത്രീയമായി കുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കളും മുത്തച്ഛനും മുത്തശ്ശിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ച് നിങ്ങൾ വളരാൻ ശ്രമിക്കുക.